ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ദ ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ദ ഡെഡ്. 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന് ഇന്നും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദ ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് ഇത് മരണത്തെക്കുറിച്ചുള്ള ഒരു ദുരൂഹ ഗ്രന്ഥമാണെന്നാണ്. എന്നാൽ ആഴത്തിൽ നോക്കുമ്പോൾ അത് മരണം മാത്രമല്ല, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ജ്ഞാന സമ്പത്താണ്. പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് മരണം അവസാനമല്ല, അത് മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. ആ യാത്രയ്ക്ക് തയ്യാറാകാൻ ഒരാൾ സത്യത്തോടും നീതിയോടും നല്ല സ്വഭാവത്തോടും കൂടി ജീവിക്കണം എന്നാണ് അവർ കരുതുന്നത്. നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുണ്ടായാലും ഇല്ലെങ്കിലും ഈ ഗ്രന്ഥത്തിലെ ജീവിത പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഇന്ന് നമുക്ക് ആ പുരാതന ജ്ഞാനത്തിൻ്റെ ചില വിലപ്പെട്ട സന്ദേശങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ പാഠം: ഓരോ പ്രവൃത്തിക്കും വിലയുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. വലിയ വിജയങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല. ചെറിയ നല്ല ശീലങ്ങൾ ചേർന്നാണ് വലിയ ജീവിതം നിർമ്മിക്കപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ പറയുന്ന ഒരു സത്യം, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ, നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയാകാം. രണ്ടാമത്തെ പാഠം: നിങ്ങളുടെ ഹൃദയമാണ് യഥാർത്ഥ സമ്പത്ത്. ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രശസ്തമായ ദൃശ്യമാണ് ഹൃദയത്തിൻ്റെ തൂക്കൽ. പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചത് മരണശേഷം മനുഷ്യൻ്റെ ഹൃദയം സത്യത്തിൻ്റെ തൂവലുമായി താരതമ്യം ചെയ്യപ്പെടുമെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ശക്തമായ പ്രതീകമാണ്. വെറുപ്പ്, അസൂയ, ലോഭം, കള്ളം ഇവയെല്ലാം ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നു. സ്നേഹവും സത്യവും കരുണയും നിറഞ്ഞ മനസ്സ് മാത്രമാണ് യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്നത്. പുറമേ എത്ര സമ്പത്തുണ്ടായാലും മനസ്സിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം അപൂർണമാണ്. മൂന്നാമത്തെ പാഠം: സത്യം ഒരിക്കലും തോൽക്കില്ല. ഈജിപ്തുകാർ മഅത്ത് എന്ന ആശയത്തെ വളരെ ബഹുമാനിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം സത്യം, നീതി, സന്തുലിതാവസ്ഥ, ക്രമം. ഒരു കള്ളം താൽക്കാലിക വിജയം നൽകാം, പക്ഷേ സത്യം ദീർഘകാല ബഹുമതി നൽകും. ലോകം മുഴുവൻ നിങ്ങളെ പ്രശംസിച്ചാലും നിങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ നിങ്ങൾ തോറ്റാൽ ആ വിജയം ശൂന്യമാണ്. നാലാമത്തെ പാഠം: ഏറ്റവും വലിയ യുദ്ധം സ്വന്തം മനസ്സിനോടാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല, അത് നമ്മുടെ ഭയമാണ്, മടിയാണ്, കോപമാണ്, അഹങ്കാരമാണ്. പുറത്തെ ലോകത്തെ കീഴടക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. സ്വയം ജയിച്ചവനെ ലോകത്തിന് തോൽപ്പിക്കാൻ പ്രയാസമാണ്. അഞ്ചാം പാഠം: അറിവ് മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തിയാണ്. അറിവ് വെറും ജോലി നേടാനുള്ള ഉപകരണമല്ല, അത് ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വെളിച്ചമാണ്. വായിക്കുക, പഠിക്കുക, ചോദിക്കുക, പുതിയ കാര്യങ്ങൾ അറിയാൻ മടിക്കരുത്.
പഠനം അവസാനിക്കുന്നിടത്താണ് വളർച്ചയും അവസാനിക്കുന്നത്. നിങ്ങൾ സമ്പാദിച്ച പണമോ വാങ്ങിയ വീടുകളോ അല്ല, ആളുകളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ച ഓർമ്മകളാണ് നിങ്ങളുടെ യഥാർത്ഥ പാരമ്പര്യം. നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സത്യസന്ധത ഇവയാണ് കാലത്തെ അതിജീവിക്കുന്നത്. മനുഷ്യർ നിങ്ങളുടെ സ്വത്തുകൾ മറന്നേക്കാം, പക്ഷേ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറി എന്നത് അവർ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ പരീക്ഷ. ഈ ഗ്രന്ഥം നമ്മെ ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നു. ഇന്ന് തന്നെ നിൻ്റെ ജീവിതത്തെ വിലയിരുത്തിയാൽ നിനക്ക് അഭിമാനത്തോടെ നിൽക്കാനാകുമോ? നിങ്ങൾ ഇന്നലത്തേക്കാൾ ഇന്ന് മികച്ച വ്യക്തി ആയോ? നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചോ? നിങ്ങൾ സത്യസന്ധമായി ജീവിച്ചോ? ഈ ചോദ്യങ്ങൾ ഓരോ ദിവസവും സ്വയം നിങ്ങളോട് ചോദിക്കുക. കാരണം ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ ശരിയായ തീരുമാനങ്ങളാണ്. അപ്പോൾ 3000-ത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ടില്ല. ഇന്നും നമ്മൾ സമാധാനം തേടുന്നു, വിജയം തേടുന്നു, ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നു. ദ ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ദ ഡെഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മരണത്തിനായി തയ്യാറാകുന്നതിന് മുൻപ് ജീവിതത്തിനായി തയ്യാറാവുക. ഓരോ ദിവസവും സത്യസന്ധമായി ജീവിക്കുക, നന്മ ചെയ്യുക, അറിവ് സമ്പാദിക്കുക, സ്വയം ജയിക്കുക. കാരണം യഥാർത്ഥ വിജയം മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, സ്വന്തം മനസ്സിനെ വിജയിപ്പിക്കുന്നതിലാണ്. നിങ്ങളുടെ ഹൃദയം സത്യത്തിൻ്റെ തൂവല് പോലെ ലഘുവായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമേകട്ടെ. അതാണ് യഥാർത്ഥ അമരത്വം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിലും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും വിജ്ഞാനപ്രദമായ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.